സിനഡിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ആളുകൾ വേണ്ടേ? അതിൽ ഉറപ്പാക്കേണ്ട അതൊരു വലിയ അതിരൂപതയല്ലേ? എറണാകുളം അങ്കമാലി രൂപതയിൽ നിന്ന് ആളുകൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ രൂപതകളിൽ നിന്നും ആളുകളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവില്ല. ഓരോ കാലഘട്ടത്തിലും അതിന്റെ ക്രമാനുഗതമായ തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് ആളുകൾ വരിക. നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം, പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ UP യിൽ നിന്ന് ഒരാൾ പോലും ഇല്ലാതിരിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിരിക്കും. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. അതായത് നിങ്ങൾ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. എറണാകുളം അങ്കമാലി രൂപതയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം. അതാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം. എറണാകുളം അങ്കമാലി രൂപയുടെ അവിടുത്തെ കാര്യാലയം എന്ന് പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമാണ്. പിന്നെ അതിനപ്പുറത്ത് ആരെയാണ് അവർക്ക് വേണ്ടത്? ഈ സഭയുടെ ആസ്ഥാനം ഒരു കെട്ടിടമല്ലേ? ആസ്ഥാനം എന്ന് പറയുന്നത് ഒരു കെട്ടിടമാണ്. അതർവൈസ് വ്യക്തികളാണല്ലോ തീരുമാനം എടുക്കുന്നത്. അല്ല, ഈ ആസ്ഥാനത്തിരിക്കുന്ന പരമാധികാരി മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത് ഈ സിറോ മലബാറിന്റെ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി രൂപത. ഞങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഡിമാൻഡ് ചെയ്ത് പോയിക്കൂടെ? അതിലല്ലല്ലോ ഇവിടെ കാര്യമുള്ളത്. മറിച്ച് ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്താണ് അൽമായർ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അച്ഛന്മാർ പറയുന്നത് എന്നുള്ളതിലല്ല പ്രസക്തി. മറിച്ച് അത് സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങളും സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനങ്ങളുമാണ് അനുസരിക്കാൻ ഇവർ ബാധ്യസ്ഥരായിട്ടുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അതിലാണ് ഇവിടെ തർക്കം. അതിനെതിരെയാണ് ബഹളം. അല്ലാണ്ട് എറണാകുളം അങ്കമാലി രൂപയ്ക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വിഷയം വേറെ ചർച്ച ചെയ്യാം. കുർബാന അർപ്പിക്കുന്ന കേസിൽ കുർബാനയെ അവഹേളിക്കുന്ന വിധത്തിൽ വൈദികര് പെരുമാറുകയും പൊതുസമൂഹത്തിലേക്ക് അതിനെ വലിച്ചിഴച്ചുകൊണ്ട് ആ തരത്തിൽ വിശ്വാസ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം. ഇത് നിങ്ങളൊരു സഭയെ, ഒരു ക്രൈസ്തവ സഭയെ, കത്തോലിക്ക സഭയെ ജനാധിപത്യവൽക്കരിക്കാനോ ആണ് ശ്രമിക്കുന്നതെങ്കിൽ ആ പണി വേറെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ പ്രശ്നം സിനഡിൽ നിങ്ങളുടെ ഭാഗം പ്രതിനിധീകരിക്കുന്ന ആളുകളില്ല, നിങ്ങൾക്ക് പ്രാതിനിധ്യമില്ല എങ്കിൽ കുർബാന തർക്കത്തിൽ ഇടപെടുകയാണ് വേണ്ടതല്ല സിനഡിനെ ജനാധിപത്യവൽക്കരിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു പ്രശ്നം, ഇപ്പോൾ ഇന്ന് ഈ കാസയൊക്കെ പറയുന്നത് നിങ്ങളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ്. അങ്ങനെ ഒരു ആരോപണം വരാനുള്ള കാരണം എന്താണ്? അജിംസെ, അത് ആ വിഷയത്തിലേക്ക് പോകാം. പറയുന്നത് കുഴപ്പമില്ല, എനിക്ക് സമയം തന്നാൽ മതി. ഇദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് ആ പേര് എഴുതി കാണിക്കുന്നതിന് അതിനുള്ള ക്വാളിറ്റി അദ്ദേഹത്തിന് കാണിക്കാൻ പറയൂ കേട്ടോ. അല്പൊടി ക്വാളിറ്റിയിലൊക്കെ സംസാരിക്കും, ഒരു ഡോക്ടറല്ലേ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയം എന്താണ്? എറണാകുളം അതിരൂപതയിൽ എന്താണ് നടക്കുന്നത്? ഏത് രൂപതക്കാരനാണ് ഇദ്ദേഹം? ഞാൻ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയോ? സമ്മതിക്കില്ല. അയാളോട് പറയും. ഞാൻ എറണാകുളത്തുള്ള ആളാണ് പറയുന്നത്. ഡോക്ടർ ചാക്കോ കോഴിക്കോട് ജില്ലയിലുള്ള ആളാണ്. നിങ്ങൾ പരസ്പരം അറിയില്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയോ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിങ്ങൾ ചോദിച്ചത് ശരിയല്ല. റിജു ആ വിഷയത്തിന്റെ മെറിറ്റിൽ സംസാരിക്കും പ്ലീസ്. റിജു എന്നോട് സംസാരിക്കും പ്ലീസ്. നിങ്ങൾ പരസ്പരം സംസാരിക്കില്ല പ്ലീസ്. ഞാൻ പറഞ്ഞ ഇവിടുത്തെ അജിംസിനോടാണ്. അജിംസ് അത് തിരുത്തണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിജു നിങ്ങളെ പോയിന്റിലേക്ക് വരൂ. റിജു പ്ലീസ്. എന്റെ ഡോക്ടറേറ്റിന് മാർക്കിടാൻ വന്നിരിക്കുന്ന ആളാണോ? ശരി, ഡോക്ടർ ചാക്കോ പ്ലീസ് റിജു ഒന്ന് സംസാരിക്കട്ടെ. റിജു ആ പോയിന്റിലേക്ക് വരൂ. ഞാൻ ചോദിക്കും ഡോക്ടർ ചാക്കോ, ഞാൻ ആ കാര്യമാണ് റിജുവിനെ ചൂണ്ടിക്കാട്ടിയത്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്ന ആളുകളല്ല. പക്ഷെ നിങ്ങളുടെ പ്രൊഫൈൽ എന്താണെന്ന് കരുതിയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഞാൻ ക്ഷണിച്ചിട്ടുള്ളത്. മനസ്സിലാക്കണം. ഒന്ന് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവാണ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ. ആ ഒരു പൊസിഷനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. നിലപാടുകൾ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ പോയിന്റിലേക്ക് വരൂ. റിജു പ്ലീസ്. അജിംസെ, ഞാൻ അദ്ദേഹം സംസാരിച്ച ഒരു സമയത്ത് ഞാൻ മിണ്ടിയോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എറണാകുളം അതിരൂപതയുടെ പ്രശ്നം എന്താണെന്നും കാര്യം എന്താണെന്നും അറിയാതെ പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞു. വിശ്വാസ പ്രമാണം എന്നൊരു സ്ഥാനത്ത് വിശ്വാസ പ്രമാണം എന്നൊരു ഞങ്ങളുടെ പ്രയറുണ്ട്. അത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആരാധനക്രമത്തിൽപ്പെടുന്നൊരു ഭാഗമാണ് വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണം പോലും ഇവർക്കിഷ്ടമുള്ള പോലെ തിരുത്തി ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ കൽതായ രൂപത. ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ്.
കുർബാന ടെക്സ്റ്റിലും ഞങ്ങൾ ചെറുപ്പം പഠിച്ച് വളർന്നു അങ്ങനെയാണ്. പക്ഷെ ഇവർ പറയുന്നത് പുത്രനെ ഇവർ വെട്ടി, പുത്രനെ ഇവർക്ക് വേണ്ട, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാണ്. ഇവിടെ ഞാൻ വീഡിയോ സഹിതം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ഇവർക്ക് തോന്നിയ രീതിയിൽ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ സീറോ മലബാർ സഭയുടെ തന്നെ ഈ ചങ്ങനാശ്ശേരി മേലെയുള്ള മെത്രാന്മാരുടെ ഡ്രസ്സുകൾ, ഒരു ചട്ടിത്തൊപ്പി, ഒരു കറുത്ത ഗൗൺ, ഇത്രയും കാലം അവരൊന്നും അങ്ങനെ ഇട്ടുണ്ടായിരുന്നില്ല. സുപ്രഭാതത്തിലാണ് അവർ ഓർത്തഡോക്സ്യൻ ശൈലിയിലേക്ക് എല്ലാവരും മാറ്റി കൊണ്ടുവരികയാണ്. ഇതിനൊന്നും ഒരു സിനഡും അംഗീകാരം കൊടുത്തിട്ടില്ല.